നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വീടാണ് അവർക്ക് ചായവെങ്കിലും എന്റെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാറില്ലായിരുന്നു. എന്റെ മുമ്പിൽ പൂച്ചയെപ്പോലെ നിന്നിരുന്ന എന്റെ രണ്ടാമത്തെ മരുമകളില്ലേ പ്രതിഭ, ഓ അവള് പോലും എന്റെ മുമ്പിൽ ഇപ്പോ പുലിയെ പോലെ കടിച്ചു കയറാൻ നിൽക്കുക. മൂത്ത മകനെ ആന്റി കൈവിട്ട് കളഞ്ഞതാ എല്ലാത്തിനും കാരണം. ഇന്ദ്രൻ വന്ന് അമ്മയെ രക്ഷിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അവനോട് ആദ്യം അനുപമയെ ഒഴിവാക്കാനായിട്ട് ആന്റി പറഞ്ഞില്ലേ? ആന്റി അവിടെയാണ് പാളിയത്. അന്ന് അത് പറയാതെ ഇന്ദ്രനെ അനുസരിച്ച് പോയിരുന്നെങ്കിൽ ബാക്കിയുള്ളവരും അതിനൊപ്പം നിൽക്കുമായിരുന്നു. പറ്റിപ്പോയി എന്റെ ഹർഷേ. ഇനി ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ വീട്ടിൽ എനിക്ക് സ്ഥാനം ഉറപ്പിക്കാൻ പുതിയത് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് പറഞ്ഞതാ നീ. തൽക്കാലം അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല ആന്റി. പടക്കളത്തിന് പുറത്തു പോയാൽ പിന്നെ യുദ്ധമില്ലല്ലോ. പിന്നെ തോറ്റോടുന്നതിലും ഭേദം മരിച്ചു വീഴുന്നതാ. ഞാൻ പറയുന്നത് എന്താന്ന് ആന്റിക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് ഹർഷേ. അതായത് എന്ത് സഹിച്ച് ഞാൻ എന്റെ വീട്ടിൽ തന്നെ തുടരണമെന്നല്ലേ? അതെ. അവിടെ നിന്ന് മക്കളുടെയും മരുമക്കളുടെയും പീഡനം പൂമാല പോലെ ഏറ്റുവാങ്ങണം. അവിടുത്തെ സ്വാതന്ത്ര്യമില്ലായ്മയും പട്ടിണിയും ആയിരിക്കണം ഇനി ആന്റിയുടെ ആയുധം. ആ ആയുധം ഉപയോഗിച്ച് ആന്റി ഇന്ദ്രന്റെ മനസ്സലിയിക്കണം. അവൻ എന്ന് അമ്മയോട് മനസ്സലിവ് തോന്നുന്നോ അന്ന് മുതലായിരിക്കും സുശീലാന്റിയുടെ രണ്ടാം വിജയത്തിന്റെ തുടക്കം. അതുവരെ ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ ഒരു അടിമയെ പോലെ കഴിയണ്ടേ ഹർഷേ? ജയിലിൽ കഴിഞ്ഞതിനപ്പുറം ഒന്നും അല്ലല്ലോ ആന്റി ഇത്. അവിടെ ആന്റി പിടിച്ചു തന്നില്ലേ? അത് ജയിലാണെന്ന് വിചാരിക്കാം. പ്രതികരിച്ച പണിയും കിട്ടും. ഇതെന്റെ സ്വന്തം വീടല്ലേ ഹർഷേ? അവിടെ ആരെങ്കിലും എന്നെ ഭരിക്കാൻ വന്നാ എന്റെ ചോറ് തിളക്കത്തില്ലേ ഹർഷേ? തൽക്കാലം അതും ഒരു ജയിലാണെന്ന് കരുതാ ആന്റി. വേറെ വഴിയൊന്നുമില്ല. ആന്റിക്ക് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്ക്. ഇല്ലെങ്കിൽ ആന്റിയുടെ ഇഷ്ടം. ഞാൻ അനുസരിക്കാം ഹർഷേ. നീ പറയുന്നത് പോലെ അനുസരിക്കാം. എനിക്ക് പഴയ സുശീലയാവണം. ആയേ പറ്റൂ. ഇത് പിടിച്ചോ, ഓഫീസ് ഫയലാ. അതൊന്ന് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്യണം. പിന്നെ ഒരു ചെക്ക് ബുക്ക് സൈൻ ചെയ്ത് തരും. അല്ലെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും വരേണ്ടി വരും. ദാസങ്ങളിപ്പോ രഘുവേട്ടന്റെ PA പണി ചെയ്യാൻ തുടങ്ങിയോ? PA ജീവിക്കണ്ട മോളെ. എന്റെ മുതലാളി ഇപ്പൊ രഘുവാ. കളിയാക്കലങ്ങളെ പിന്നെ എന്തും പറയാം. അങ്കിളുടെ പൊസിഷൻ പറഞ്ഞ് ഇങ്ങനെയുള്ള തമാശ ഒന്നും പറയല്ലേ. രഘുവേട്ടൻ അത് സീരിയസ് ആയിട്ട് എടുത്തോ? എന്റെ ജോക്ക് അങ്കിളിന് മനസ്സിലായല്ലോ അല്ലേ അങ്കിൾ? നീ ജോക്ക് പറഞ്ഞതാ, ഞാനും പറഞ്ഞതാ. നീ വേഗം ഫയൽ നോക്ക്. വാ നടക്ക്. മോളെ അമ്പളി, നല്ല തിരക്കാണെന്ന് തോന്നുന്നു. അതെ അങ്കിളെ, മോന് ദേഹം ഒന്ന് തുടച്ചു കൊടുക്കണം. അങ്കിളിരിക്കെ, ദേ നീ ചായ എടുക്ക്. ശരി ചേച്ചി.
എടാ നീ പറഞ്ഞ പോലെ അമ്പിളി വളരെ സീരിയസ് ആണല്ലോ രഘു. ഒരു വിധത്തിൽ അടുക്കുന്ന ലക്ഷണം കാണുന്നില്ല അങ്കിളെ. ഞാൻ മാക്സിമം അവളുടെ ഇഷ്ടത്തിന് പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും നീ ടെൻഷനാവൊന്നും വേണ്ട. പതുക്കെ പതുക്കെ എല്ലാം ശരിയാവും. അണ്ണനിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക്